നിധിൻ രാജിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന് കരുതുന്ന നിർണായക തെളിവ് പോലീസിന് ലഭിച്ചു. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് നിധിൻ കരഞ്ഞിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ലോൺ ആപ്പിന്റെ വിവരങ്ങൾ അറിയുന്നതിനായാണ് നിധിൻ രാജിനെ പ്രിൻസിപ്പൽ വിളിപ്പിച്ചത് എന്നറിയുന്നു. നിധിൻ രാജ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നത് കണ്ടതായി ദൃക്സാക്ഷികളുടെ മൊഴി നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു. കോളേജിനകത്തുള്ള CCTV ദൃശ്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് നിധിൻ രാജ് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ എന്തു സംഭവിച്ചുവെന്ന കാര്യം വ്യക്തമല്ല. അതേസമയം ലോൺ ആപ്പിൽ നിന്നുള്ള ഭീഷണി നിധിൻ രാജിനുണ്ടായിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇൻസ്റ്റാപേ എന്ന ലോൺ ആപ്പിൽ നിന്നായിരുന്നു ഭീഷണി. ഈ മാസം 9-ന് നിധിന്റെ ഫോണിലേക്ക് കോളുകളും സന്ദേശങ്ങളും ഉൾപ്പെടെ 98 എണ്ണം വന്നിരുന്നു. ടീച്ചർ ലതയ്ക്കും നിരവധി കോളുകൾ ലഭിച്ചിരുന്നു. തുടർന്ന് അടുത്ത ദിവസം ടീച്ചർ പ്രിൻസിപ്പലിന് പരാതി നൽകി. പ്രിൻസിപ്പലിന്റെയും ടീച്ചറിന്റെയും സാന്നിധ്യത്തിൽ നിധിൻ ലോൺ ആപ്പുകാരെ വിളിച്ചു. ടീച്ചറെ വിളിക്കരുതെന്നും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഒഴിവാക്കാനാകില്ലെന്ന് ലോൺ ആപ്പ് സംഘം പറഞ്ഞു. പ്രിയപ്പെട്ട അധ്യാപികയായ ലതയെ ഫോൺ ആപ്പ് സംഘം നിരന്തരം വിളിച്ചത് നിധിന് മാനസിക വിഷമമുണ്ടാക്കി. പോലീസിൽ പരാതി നൽകാൻ കോളേജ് അധികൃതർ തീരുമാനിച്ചതും സമ്മർദ്ദം കൂട്ടിയെന്നുമാണ് പോലീസിന്റെ വിലയിരുത്തൽ. ജനം, കണ്ണൂർ.